പടച്ചറപ്പിനല്ലാതെ രഹസ്യങ്ങൾ അറിയില്ല. എല്ലാ രഹസ്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിലാ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്നത്, എന്തിനാണ് മ്യാൻമറിൽ നിന്ന് കത്തിക്കരിയുന്നത്, എന്തിനാണ് ഫലസ്തീനിലെ ആളുകളെ വെടിയുണ്ടകളേറ്റ് പടർന്നു വീഴുന്നത്, എന്തിനാണ് ഭാരതത്തിലെ പശുവിന്റെ പേര് തല്ലിക്കൊള്ളുന്നത്? സഹോദരാ സഹോദരി, എന്നെ കേൾക്കാനെത്ത പ്രബുദ്ധരായ എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, മ്യാൻമർ കേട്ടിട്ട് തളരരുത്, ഫലസ്തീൻ കേട്ടിട്ട് തളരരുത്. അതിന്റെ എല്ലാം പുറകിൽ അല്ലാഹുവിന്റെ തീർച്ചയായ തദ്ബീറുകളും ക്രമീകരണങ്ങളുമുണ്ട്. ഇന്ന് ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമേതെന്നറിയോ? ഫേസ്ബുക്കിലും വാട്സപ്പിലും നിറഞ്ഞു നിൽക്കുകയാ. മ്യാൻമറിൽ 10,000-കണക്കിന് ആളുകളെ കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ, ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ് അടച്ചിടപ്പെടുമ്പോ, ഇറാഖിൽ 10,000-ങ്ങളുടെ ശിരസറ്റ കബന്ധങ്ങളുടെ മുകളിലൂടെ ടാങ്കറുകൾ കടന്നു പോകുമ്പോ, പൊതുവെ ഇത് കാണുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിന്റെ ചിന്താഗതി എല്ലായിടത്തും മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുകയാ. മുസ്ലിം യുവതികൾ ചിന്തിക്കുന്നത് ഇനി മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല, എല്ലായിടത്തും നമ്മളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ്. അതുകൊണ്ട് ഇനി തലമറക്കണ്ട, അതുകൊണ്ട് ഇനി പർദ്ദയിടണ്ട, ഇനി മറ്റുള്ളവരോട് ചേർന്ന് ചാഞ്ഞു നിന്നാലേ ജീവിക്കാൻ പറ്റൂ എന്ന ഒരു ധാരണ എതിരാളികൾ നമ്മുടെ മനസ്സിൽ പടർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ആധുനിക കാലഘട്ടത്തിന്റെ പ്രശ്നം അള്ളയല്ലേ രഹസ്യമറിയുന്നവൻ. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ റോഹിംഗ്യയിൽ കൊല്ലുന്നു, ഫലസ്തീനിൽ കൊല്ലുന്നു, ഇന്ത്യയിൽ ഇത് നടക്കുന്നു, അത് നടക്കുന്നു. വ്യാപകമായിട്ട് ഇത് വായിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്ത, ഇനിയിപ്പോ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂല, ഇനിയിപ്പോ മറ്റുള്ളവരോടൊത്തൊക്കെ ഒത്തൊക്കെ ചേർന്ന് എങ്ങനെയും ഒക്കെ ഒന്ന് ജീവിച്ചു പോകാനേ പറ്റൂ എന്ന ഒരു നിരാശയിലേക്ക് നമ്മുടെ യുവസമൂഹത്തെ പ്രത്യേകിച്ച് കടത്തിവിടുക എന്നുള്ളത് ഇസ്ലാമോഫോബിയോ ബാധിച്ച യൂറോപ്പിന്റെ പ്രൊപ്പഗണ്ടയാണ്. അതിൽ നമ്മൾ സമർത്ഥമായ കെണിയിൽ വീണിട്ടുണ്ട്. അതൊരു കെണിയാണ്. നമ്മൾ വീണിട്ടില്ലേ? ഉണ്ട്, അതൊരു കെണിയാണ്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു ഫേസ്ബുക്കിൽ. കഴിഞ്ഞ റമളാനിൽ ചൈനീസ് പ്രസിഡന്റ് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയവർക്ക് അസ്ഥാനം നേടി തിരിച്ചിറങ്ങി. നമ്മൾ കേട്ട മാതിരി കേൾക്കാത്ത പാതി ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. അപ്പൊ നമ്മളോട് 4 പേര് നിനക്ക് ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും തളരും. തളരരുത്. അതാ ഞാൻ പറഞ്ഞത്. മ്യാൻമർ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയില്ല. ഞാൻ പറയുക, എന്തിനാ പേടിക്കണേ? ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ ഒരിക്കലും വിളിച്ചു. ജർമ്മനിയിലാണ് അവൻ. മലപ്പുറം ജില്ലക്കാരനാണ്, കരുവാരക്കുണ്ട് സ്വദേശിയാണ്. അവിടെ BBA ഒക്കെ പഠിക്കുന്നു, MBA ഒക്കെ പഠിക്കുന്നു, ചെറിയ ഒരു കച്ചവടവും ചെയ്യുന്നു. ഫോണിൽ വിളിച്ച ഉസ്താദെ ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വിളിക്കുക. അങ്ങനെ യൂട്യൂബിൽ പ്രസംഗം കേട്ട കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ എന്റെ ഒരു ആശങ്ക മാറാൻ വേണ്ടി നമ്മളിപ്പോ അവിടെ പോയി ഇങ്ങോട്ട് എന്നെ നോക്ക്, ചായയൊക്കെ നോക്കരുത്, ഇപ്പോ എന്നെ നോക്കണം, എന്നെ മാത്രം നോക്കുക, വേറെ ആരും നോക്കരുത്. ഞാൻ ബാധ കഴിഞ്ഞു പോയാൽ നിങ്ങൾ ചുറ്റുപാട് നോക്കിയോളൂ. ഒരു അഹങ്കാരം പറഞ്ഞല്ല, ചിന്ത മാറിപ്പോയ പിന്നെ മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചു, മോനെ ജർമ്മനിയിൽ എന്താ മുസ്ലിമീങ്ങളുടെ അവസ്ഥ? അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി, ഉസ്താദേ മോനെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാം, ഒരു മിനിറ്റ് ഇത് പറഞ്ഞിട്ട് കൊടുക്കും. അല്ല, ഈ പറയാൻ പോണ പ്രധാനപ്പെട്ട കാര്യം ഈ ബിസ്ക്കറ്റിന്റെ അടിയിലാവും. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇതൊരു ചെറിയ കാര്യമല്ല. ഉസ്താദെ ഞാൻ ചോദിച്ചു, മോനെ ജർമ്മനിയിലെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? ആ കുട്ടി ഫോണിലൂടെ പറഞ്ഞ മറുപടി കേട്ടെ രോമാഞ്ചം ഉണ്ടായിപ്പോകുന്നു. ഉസ്താദെ 5 വക്കത്ത് നിസ്കാരത്തിനും ജർമ്മനിയിലുള്ള പള്ളിയിൽ പോയാൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കെലിമത്ത് ഷഹാദ പറഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ ഒരു 2 പേരെങ്കിലും പള്ളിയിലുണ്ടാവും. 2 പേരെങ്കിലും. ഓരോ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരം കഴിഞ്ഞ് 10-15 പേരാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് കെലിമ പറയാൻ വേണ്ടി പള്ളിയിൽ വരിക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഓരോ പള്ളിയിലും വിശാലമായ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ധാരാളം ആളുകൾ, ആണുങ്ങളൊക്കെ വന്ന് പുസ്തകങ്ങൾ എടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. അവരുടെ സംശയ നിവാരണം നടത്തി കൊടുക്കാൻ പണ്ഡിതന്മാര് തയ്യാറായിട്ടിരിക്കുന്നു. വിശാലമായ ലൈബ്രറികൾ. വെള്ളിയാഴ്ച സലാം വീട്ടിൽ കഴിഞ്ഞാൽ 5 വക്കത്തിൽ ഒരാളെങ്കിലും ഷഹാദത്ത് കലിമ പറയാൻ വന്നിട്ടുണ്ടാവും ജർമ്മനിയിലെ പള്ളിയിൽ. ഇത് സമയത്തൂലി ഉദനയ്യ. ഇതിപ്പോ ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ നാളെ ചാനലുകാരെടുത്തിട്ട് മൗലവിയുടെ വീരവാദം ഒന്നും പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ പറയാനുള്ള പറയും. ഇപ്പൊ ചാനലുകാരെ പരിപാടി നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് അവര് അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഇത് പറയേണ്ടതല്ലേ? ഇതിപ്പോ ആര് പറഞ്ഞാൽ എന്താ കുഴപ്പം? വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ഇമാമിന്റെ ജോലി 10-ലധികം ആളുകൾ അവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയിൽ ഇസ്ലാം സ്വീകരിക്കാൻ. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് ഇമാമിന്റെ ജോലി ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുക.
നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് സലാം വിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇമാമിന്റെ ജോലി എന്താ? തൊട്ടടുത്ത മഹല്ലിൽ നിന്ന് മോളെ കെട്ടിക്കാൻ വേണ്ടി ഒരു ഉമ്മൂമ്മ വന്ന് നിൽപ്പുണ്ട്, നിങ്ങളെല്ലാവരും കാര്യമായിട്ട് സഹായിക്കണം. മിക്കവാറും നമ്മുടെ പള്ളിയിൽ ഇമാമിന്റെ ജോലി കൃത്യമായിട്ട് അത് തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നതിനാണ് ഓരോ മഹല്ലിലെയും സമ്പന്നന്മാർ അവരെ സക്കാത്ത് മാത്രം കൃത്യമായി കൊടുത്താൽ മതി, ആ മഹല്ലിലെ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ നടക്കാൻ. ഞാൻ വേറെ മഹലിലോട്ട് വിടേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഈ വാദമൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഒരു മഹല്ലിൽ ഒരു നാട്ടിലുള്ള മുഴുവൻ സമ്പന്നന്മാര് സക്കാത്ത് നിസ്കാരം പോലെ, റമളാനിലെ നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ് സക്കാത്ത്. അത് കൊടുക്കാത്തവൻ ഇസ്ലാം എന്ന നിലയിൽ അവൻ മുസ്ലിം അല്ല. ആ സക്കാത്ത് കൊടുത്താൽ മതി, ഇത് ഒഴിവാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജർമ്മനിയിലെ പള്ളിയിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിലേക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതൊന്നും ആരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ കുട്ടി പറഞ്ഞ ഒരു വാർത്ത നിങ്ങളോട് പറയാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് കൃത്യമായി പറയാനുള്ളത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗത്തേക്ക്. അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഇനി മക്കളെ ചായ ബിസ്ക്കറ്റ് കൊടുത്തോളൂ, കൊടുക്കാനുള്ള കൊടുത്തോളാൻ പറയും. യഥാർത്ഥത്തിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ അഹ്സാബ് യുദ്ധം നടന്നുവല്ലോ. എന്താ അഹ്സാബ് യുദ്ധം? മക്കയിലെ മുശ്രിക്കീങ്ങളും പേർഷ്യയിലെ മജൂസികളും അങ്ങകലെയുള്ള റോമക്കാരും ഒരേപോലെ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്നിച്ചെതിർക്കാൻ സഖ്യകക്ഷികളുമായി വന്ന യുദ്ധമാണ് അഹ്സാബ് യുദ്ധം. ഖുർആൻ അതിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നബിയേ, ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹിൽ ലുനൂനാ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക ഓജസ്സുള്ള യുവാക്കളോടാ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ യുവതികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അല്ലാഹു ചോദിക്കാണ്, മ്യാൻമർ പറഞ്ഞിട്ട് നിങ്ങൾ പകരുന്നത് എന്തിനാ? റോഹിംഗ്യ പറഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞ് കണ്ണീരൊഴിക്കുന്നതെന്തിനാ? നബിയേ, ഇത് ജാഊകും മിൻ ഫൗഖികും, അങ്ങയുടെ മുകൾ ഭാഗത്തു നിന്നും വമിൻ അസ്ഫല മിൻകും, അങ്ങയുടെ താഴ്ഭാഗത്തു നിന്നും എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തു നിന്ന് വ്യോമാക്രമണവും വമിൻ അസ്ഫല മിൻകും താഴ്ഭാഗത്തു നിന്ന് കരയാക്രമണവും ഒരേപോലെ അങ്ങയുടെ നേരെ വന്നില്ല നബിയേ. മക്കയിലെ മജൂസികളും പേർഷ്യയിലെ മക്കയിലെ മുശ്രിക്കീങ്ങളും പേർഷ്യയിലെ നസാറാക്കളും അങ്ങകലെ റോമയിലെ റോമാ കിസ്റ സാമ്രാജ്യമടക്കം എല്ലാവരും ഒന്നിച്ചകെ തകർക്കാൻ വേണ്ടി വന്നപ്പോ മുഅ്മിനീങ്ങൾ മുഴുവനും പേടിച്ചരണ്ടു നിന്നപ്പോ ഇന്നത്തെ നമ്മുടെ അതേ അവസ്ഥ. നാല് ഭാഗത്തുനിന്ന് ശത്രുക്കൾ വരുന്നു, മുഅ്മിനീങ്ങൾ പേടിച്ചരണ്ട് നിലവിളിക്കുന്നു. മ്യാൻമറിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരുത്തിറക്കുന്നത് കാണുമ്പോ കരയാതിരിക്കാൻ പറ്റുമോ? പാവപ്പെട്ട ആളുകളെ കിടന്നു കയറിയിട്ട് പിന്നെ മുകളിലേക്ക് വലിച്ചു നിരത്തിയിട്ടുണ്ട്. മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ചിട്ടും മണ്ണിട്ട് ജീവനോടെ കുറിച്ചു മൂടുമ്പോ കൽബ് പടയാതിരിക്കുമോ? കണ്ണു നിറയാതിരിക്കുമോ? സഹോദര, ആ സമയത്താണ് എതിരാളികളെ നാല് ഭാഗത്തുനിന്ന് പാഞ്ഞു വന്നപ്പോ അവരുടെ നേരെ പിടിച്ചു നിൽക്കാൻ ആയുധങ്ങളില്ലാതെ ആയുധങ്ങളില്ലാതെ ഹബീബായ നബി തങ്ങൾ ആ സമൂഹത്തെ പ്രതിരോധിക്കാൻ കിടങ്ങു കുടിക്കുകയാണ്. ഈ ചരിത്രം നന്നായി പറയണം. അവര് പെട്ടെന്ന് വന്നിട്ട് ഒന്നിച്ച് തിന്നു കൊടുക്കുന്നതിന് പകരം അവരെ തടയാൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഉപായ പ്രകാരം കിടങ്ങു കുടിക്കുകയാ. പട്ടിണി പാവങ്ങളായ സഹാബത്ത് ഖന്തക്കിന്റെ കിടങ്ങു കുടിക്കുമ്പോ അവരതാ ഒരു ഇരുമ്പിന്റെ ആയുധമെടുത്തിട്ട് മൺവെട്ടിയെടുത്തിട്ട് മണ്ണ് വെട്ടവേ പാറക്കല്ലിന്റെ മുകളിലേക്ക് മൺവെട്ടി കൊണ്ടപ്പോ പാറക്കല്ല് പൊട്ടാതെ മൺവെട്ടി തിരിച്ചു വരവേ സഹാബത്ത് ഇലാ ഹളറത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് നബിയേ യാ റസൂലല്ലാഹ്
പട്ടിണി കിടന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല നബിയേ, കൈകൾക്ക് ശക്തിയില്ല നബിയേ, ഞങ്ങൾ വയറ്റില് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു അവര് വയറിലേക്ക് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോ ഹബീബായ നബി തങ്ങളെ തിരിച്ചു കാണിച്ചു കൊടുത്തത് അവിടുത്തെ വയറ്റില് 2 കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി വാല് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, വിശന്ന് വയറൊട്ടിയപ്പോ വയറ്റില് കല്ല് ചേർത്ത് വെച്ച് കെട്ടിയതുണ്ടില്ല. കല്ല് വയറ്റില് ചേർത്ത് കെട്ടിയാല് വിശപ്പ് മാറില്ലെന്നറിയാമല്ലോ. പിന്നെന്തിനാ അവര് കല്ല് കെട്ടിവെച്ചത്? മറുഭാഗത്ത് എതിരാളികൾ മുഴുവനെ തകർക്കാൻ കാത്തു നിൽക്കുമ്പോ വല്ലാതെ വയറൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മുതുക് വല്ല വളയാണ്ടുടങ്ങും. വയറ് വല്ലാതെ ഒട്ടിയാലും മുതുക് വളഞ്ഞു പോകും, ശിരസ് കുനിഞ്ഞു പോകും. എതിരാളിയുടെ മുമ്പിൽ പട്ടിണിയറിയാതിരിക്കാൻ, ശിരസ് കുനിയാതിരിക്കാൻ, തങ്ങളുടെ ശരീരം നേരെ നിൽക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്ത് വയറ്റിൽ കല്ല് വെച്ച് സഹോദരങ്ങളെ, പട്ടിണി കൊണ്ട് വയറ് വല്ലാതെ ഇടുമ്പോഴും അവർ എതിരാളിയുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ല. തലകുനിഞ്ഞെന്ന് എതിരാളിക്ക് ശത്രുവിന് തോന്നരുത്. ശിരസ് നിവർത്തി പിടിച്ചു തന്നെ നിന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. തളർച്ച പോലും വെളിയിൽ കാണിച്ചിട്ടില്ല. അവസാനം മൺവെട്ടിയെടുത്തിട്ട് കരിങ്കല്ലിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഞ്ഞു വെട്ടുമ്പോ ഇരുമ്പിന്റെ മൺവെട്ടിയുടെ അഗ്രഭാഗം പാറക്കല്ലിലെ തട്ടിയപ്പോ ഈ തീപ്പൊരികൾ ചിതറാൻ തുടങ്ങി. സഹാബത്തോട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സഹാബാ ഈ തീപ്പൊരി ഏതെന്നറിയുമോ? അറിയില്ല നബിയേ. റസൂലിന്റെ മറുപടി, ഇത് കിസ്റയുടെ ഖജനാവാണ് സഹാബ. ഈ കിടങ്ങിന്റെ മറുഭാഗത്ത് നിങ്ങളെ കൊല്ലാൻ വെട്ടിത്തിളങ്ങുന്ന വാളും പിടിച്ചു നിൽക്കുന്ന എതിരാളികളായ കിസ്റയുടെ ഖജനാവാണിത്. രണ്ടാമത് വെട്ടിയപ്പോ തീപ്പൊരികളെ ചിതറിയപ്പോ ഇത് പേർഷ്യയുടെ ഖജനാവാണ്. നിങ്ങളെ കൊല്ലാൻ കിടങ്ങിന്റെ മറുഭാഗത്ത് കാത്തു നിൽക്കുന്ന പേർഷ്യയുടെ ഖജനാവാണ് സഹാബ. സഹോദരങ്ങളെ, പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ മുന്നോട്ട് നടത്തിയത്. സഹാബ, ഇത് നിങ്ങളുടെ കയ്യിൽ വരും. ആ പട്ടിണി പാവങ്ങളുടെ കയ്യിൽ കിസ്റയുടെ അധികാരം എത്തിയില്ലയോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് പതറണ്ട. നമ്മളാരാണ് തളരാനുള്ള സമൂഹമല്ല. ദിമിഷ്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില് ഈസാ നബിയുടെ വരവും കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇമാം മഹ്ദിയുടെ കയ്യിലെ പതാകയുടെ പുറകിൽ നിൽക്കാൻ കാത്തു നിന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ വെറുതെ പതറരുത്. ഒരു പോസിറ്റീവ് എനർജിയിലൂടെ മുമ്പോട്ട് പോവുക. പ്രതിസന്ധിയുടെ നടുവിലും പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ എങ്ങനെയാണ് ഈ സമുദായത്തെ തകർക്കാൻ കഴിയുക? കൈഫ യുഹ്ലികു ഹാദിഹിൽ ഉമ്മ അന അവ്വലുഹാ വൽ മഹ്ദി വസ്തുഹാ വഇസാ ആഖിറുഹാ. ഈ മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുക? ഇതിന് തുടക്കമിട്ടത് ഞാനല്ലയോ? ഇതിന്റെ മധ്യത്തിൽ വന്ന പുനരുത്ഥാന നായകൻ ഇമാം മഹ്ദിയല്ലയോ? ഇതിന്റെ അവസാനം പിടിക്കാനെന്നത് മറിയമിന്റെ പുത്രയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമല്ലയോ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തകരുകയെന്ന് ചോദിച്ച മുത്ത് റസൂൽ എന്ന നേതാവിന്റെ വാക്യത്തിന്റെ പുറകിലൂടെ ചെറുപ്പക്കാരാ സഞ്ചരിക്കുക, തങ്ങളെ സഞ്ചരിക്കുക. റോഹിംഗ്യയിലെ പാവപ്പെട്ട നിരപരാധികളെ വിറക് കെട്ടുകളുടെ മുകളിൽ വെച്ചിട്ട് റോഹിംഗ്യ മുസ്ലിമീങ്ങളെ കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, കുത്തില അസ്ഹാബു ഉഹുദ് ബിന്നാരി ദാത്തിൽ വഖൂദ് വസ്സമായി ദാത്തിൽ ബുറൂദിയത്തിലെ കുത്തില അസ്ഹാബുൽ ഉഹുദ്. വിറക് കെട്ടുകളുടെ മുകളിൽ മലത്ത് കിടത്തിയിട്ട് തീ കൊളുത്തപ്പെട്ട് കത്തിക്കരിച്ച് ചാമ്പലാക്കിയ ഒരു സമൂഹം നിങ്ങൾക്ക് മുമ്പേ പോയത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? റോഹിംഗ്യൻ
മുസ്ലിമീങ്ങളോട് അല്ലാഹു ചോദിക്കുകയാ, ഓങ് സാൻ സൂചി എന്ന് പറഞ്ഞ സമാധാനത്തിന് അർഹതയില്ലാത്ത നോബൽ സമ്മാനം കിട്ടിയ 10,000ങ്ങളുടെ ശിരസറ്റ കബന്ധം തന്റെ മുമ്പിൽ കിടന്നിട്ട് കത്തിക്കരിഞ്ഞിട്ട് രൂക്ഷഗന്ധം വരുമ്പോ അരുത് എന്ന് പറയാൻ കഴിയാത്ത സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ ഓങ് സാൻ സൂചിയുടെ നാട്ടിൽ കത്തിക്കരിഞ്ഞ ചാമ്പരാകുന്നവരോട് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് മുമ്പേ വിറക് കൊള്ളുകളുടെ മുകളിൽ കത്തിക്കരിച്ച സമുദായത്തെ ഓർക്കുന്നില്ലയോ? ഇത്രയേറെ പീഡനങ്ങൾ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ചലിച്ചിട്ടില്ല. മലർത്തി കിടത്തി കിടങ്ങിൽ കിടത്തിയിട്ടും മണ്ണ് വാരിയിട്ടപ്പോഴും റൂഹിയിലെ പട്ടിണി പാവങ്ങൾ അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം മുമ്പിലും മാടി വിളിക്കുമ്പോ നീ എന്റെ കിടങ്ങിൽ ആയിരക്കണക്കിന് ആളുകളെ മത്തി അട്ടിയിട്ടതുപോലെ അട്ടിയിട്ടുണ്ട്. അവരുടെ മുകളിലേക്ക് ജെസിബി കൊണ്ടും മണ്ണ് മാറ്റിയിടുമ്പോ അടുത്ത നിമിഷം ശ്വാസം കിട്ടാതെ പെടയുമെന്ന് ഉറപ്പായപ്പോ നന്മരന്റെ പട്ടാളക്കാരുടെ കാലിൽ പിടിച്ചിട്ട് അവർ ഇസ്ലാമിനെ തള്ളി പറഞ്ഞില്ല. മരണം മുമ്പിൽ കണ്ടപ്പോഴും അവർ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശ്വാസത്തിന്റെ പേരിലും മരണം വരുത്തപ്പെട്ട ഹുബൈബിനെ പോലെ, ബിലാലിനെ പോലെ, അമ്മാറിനെ പോലെ ചരിത്രത്തിന്റെ രക്തസാക്ഷികളായിട്ടവർ അവസാന സാക്ഷ്യപത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ വിഷയത്തിന്റെ 2ാം ഭാഗം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് കേൾക്കാൻ ആരും പോകരുത്. അതുകൊണ്ട് റോഹിംഗ്യ നമ്മളെ തളർത്തുന്നില്ല, മ്യാൻമർ നമ്മളെ തളർത്തുന്നില്ല, പലസ്തീൻ നമ്മളെ തളർത്തുന്നില്ല, ഇറാഖ് നമ്മളെ തളർത്തുന്നില്ല. കാരണം ഭക്ഷണം കഴിക്കാനില്ലാതെ വയറ്റത്ത് കല്ല് കെട്ടിവെച്ചപ്പോ ഇസ്രയുടെ സ്വർണ്ണാഭരണത്തെ കുറിച്ച് സുവിശേഷം പറഞ്ഞ ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. അല്ലാഹു നമുക്ക് ആ പ്രത്യാശ തരുമാറാകട്ടെ, അല്ലാഹു പ്രതീക്ഷ തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ പ്രതീക്ഷ നമുക്ക് നൽകുമാറാകട്ടെ. ഇനി ഇതിന്റെ 2ാമത്തെ ഭാഗം സമയത്തിന്റെ പരിമിതി കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്നവര്, ഞാനടക്കമുള്ളവരോട് പ്രതീക്ഷയോടെ വെറുതെ ഇരിക്കുവാനല്ല. ഫറോവയുടെ കൊട്ടാരത്തിലല്ലയോ മൂസ വളർന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അഗ്നിച്ചിറകുകൾ ഇസ്ലാമിനെ നശിപ്പിക്കുമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി രക്ഷപ്പെടുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്രൂദിന്റെ മുമ്പിൽ പിടിച്ചു നിന്ന, ഫറോവയുടെ മുമ്പിൽ പിടിച്ചു നിന്ന, ലോകം മുഴുവൻ വന്നാലും അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കപ്പെടുകയില്ല. ഫറോവ ശ്രമിച്ചിട്ട് പോലും നടന്നില്ലല്ലോ. പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഈ പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞാൽ പോരാ, ഫറോവയുടെ കൊട്ടാരത്തിൽ ആസിയായിട്ട് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി വിജയം വരിച്ചത്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ട് അവസാനിപ്പിക്കാൻ ഒരാശങ്കയും നമുക്കില്ല. നമ്മൾ ഇമാം മഹ്ദിയെ കാത്തിരിക്കുന്നവർ അലൈഹിമുസ്സലാത്തു വസ്സലാം. നമ്മൾ വല്ലാതെ പറഞ്ഞ് ഭീതിപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മൾ നശിക്കരുത്. ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഒരു ബോധം ഇപ്പുണ്ട്. ഇനി പറ്റൂല, ഇനിയിപ്പോ അധികാരമൊന്നും മാറൂല, ഇനി നമ്മളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയേ പറ്റൂ. ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ല വിശ്വാസ പ്രമാണത്തെ അവതരിപ്പിച്ചവരാണ് നമ്മൾ. മനുഷ്യത്വം എന്തെന്ന് ലോകത്തോട് പഠിപ്പിച്ചവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഫറോവയുടെ കൂടെയാവരുത്. പെണ്ണുങ്ങളെ, സഹോദരിമാരോ ഫറോവയുടെ കൊട്ടാരത്തില് മനസ്സിലായില്ല? ചെറുപ്പക്കാരെ, നിങ്ങൾ സാഹിബ് യാസീനിനെ പോലെയാവണം. നിങ്ങൾ യാസീനിൽ പറഞ്ഞ മനുഷ്യനെ പോലെയാവണം. ആരാ യാസീനിൽ പറഞ്ഞ മനുഷ്യൻ? ഇതാണ് നമ്മുടെ പ്രശ്നം. യാസീനിൽ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണത്? ഇതാണ് ഞാൻ വിഷയത്തിന്റെ ആദ്യ ഭാഗങ്ങൾ. നമുക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ആ ചരിത്രം പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ രോമാഞ്ചം കൊണ്ടാ പോരാ.
ബദറും ഉഹുദും ഖന്തക്കും ഖൈബറും പറഞ്ഞ് പുളകിതരായാൽ പോരാ, അത് പറയുന്നതിന് അപ്പുറത്ത് ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി വളർന്നത്. ആളുകൾ ചോദിക്കുന്നു, ഉസ്താദ് ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? പെണ്ണുങ്ങൾ പറയുന്നു, ഉസ്താദ് ഇങ്ങനെ ഒരു ജോലിയാണ്. ഏത് ജോലി? നഖത്തിന്റെ നാലിലൊന്ന് വലിപ്പമില്ലാത്ത ചിപ്പിന്റെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഒതുങ്ങി നിൽക്കുന്ന ഗ്ലോബൽ വില്ലേജ്. ഇന്നെല്ലാം കൈപ്പിടിയിൽ. മനുഷ്യന്റെ എല്ലാ ചിന്തകളും മാറിപ്പോയ ഒരു കാലം. ആ കാലത്ത് യാസീനിൽ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആരാത്? നമ്മൾ എത്ര നാളുകൊണ്ട് യാസീൻ ഓതന. നമ്മുടെ യാസീൻ മത്തങ്ങാടെ വള്ളിമാരിയാ. ഓതി ഓതി തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും എത്തും. മുബീൻ തീരൂല. എത്ര യാസീൻ ഓതിയാലും മത്തങ്ങാടെ വള്ളിമാരി വീണ്ടും വീണ്ടും വരും. ആരാ നിസാം ഭായി പറയും? നജ്ജാർ അല്ല, ഹബീബുൻ നജ്ജാർ. ആശാരിയായിരുന്നു. ആ നാട്ടിലെ ആശാരിയായിരുന്നു ഹബീബുൻ നജ്ജാർ. ഏതാണ് ആയത്ത്? ഖുർആനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ വളരെ പുറകിലാണ്. وجاء رجل من قصر المدينة يسعى قال يا قوم اتبعوا المرسلين. രണ്ടായത്തുണ്ട് അതേപോലെ. ഒന്ന് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്അ. അത് സൂറത്തുൽ ഖസസിലാണ്. രണ്ടായത്ത് ഒരുപോലെയാണ്. ഖുർആനിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഹാഫിളാർക്ക് മനസ്സിലാവൂ. യാസീനി വരുമ്പോ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്അ, ഖസസിൽ എത്തുമ്പോ വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്അ. ഒരേപോലത്തെ പല ആയത്തുകളുണ്ട്. അല്ലാഹു ചിന്ത തരട്ടെ. ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മുടെ ചിന്തകൾ മാറിപ്പോയി. ഇന്നെല്ലാം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ ആവാൻ പറ്റൂ എന്ന് ചിന്തിച്ചാൽ നാളെ അള്ളാഹുടെ മുമ്പിൽ പോയിട്ട് പടച്ചോനെ കാലം അങ്ങനെയായിരുന്നുണ്ട് അതിനൊത്ത് സഞ്ചരിച്ചു എന്ന് പറയാൻ അള്ളാഹു നമ്മളെ വിടുകയില്ല. കാരണം അള്ളാഹ് പെണ്ണുങ്ങൾ പറയും, ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? പർദ്ദയിടാൻ പറ്റുമോ? തലമറക്കാൻ പറ്റുമോ? ഉസ്താദന്മാരൊക്കെ പറയും പോലെ വീട്ടിൽ ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അന്ന് സഹോദരി പരലോകത്ത് വെച്ച് ഫറോവയുടെ ഭാര്യ ആസിയ ബിബി മുമ്പിൽ നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കും, നീ ആസിയയെ കണ്ടോ എന്ന്. ആസിയ ബിബി റളിയല്ലാഹു അൻഹ ജീവിച്ചത് എവിടെയാ? ഏറ്റവും വലിയ ഏകാധിപതിയുടെ കൊട്ടാരത്തിൽ. ഭർത്താവ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി. ഭർത്താവ് ഫിർഔന്റെ കഥ പഠിച്ചാൽ മാത്രം പോരാ, സാഹചര്യം അറിയണം. ഫിർഔൻ ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആസിയ ബീവി. ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി വളർന്നത്. പിന്നെ ആ ചാരിത്രം ഫറോവമാരുടെ കാലഘട്ടത്തിൽ നിനക്കുണ്ടാവണം. ഞാനതാ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ ഏറെയുണ്ട്. നമ്മളെ ഇന്ന് വല്ലാതെ ഒരു സോഷ്യൽ മീഡിയ നമ്മളെ വല്ലാതെ അങ്ങ് പിടിച്ചു കളഞ്ഞു. പണ്ടൊക്കെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുപ്പക്കാർ വീട്ടിൽ പോയി ആദ്യം ചോദിക്കുക, കുട്ടിയുടെ പേരെന്താണ്? മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? വിദ്യാഭ്യാസം എത്രയാണ്? വാപ്പാടെ പേരെന്താണ്? കുടുംബം എങ്ങനെയുണ്ട്? ഇതൊക്കെ അല്ലേ അന്വേഷിക്കുക. ഇത് ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ വീട്ടിൽ പോയാൽ ആദ്യം നോക്കണം, മൊബൈൽ എടുത്തിട്ട് 3G ഉണ്ടോ നോക്കും. 3G ഇല്ലെങ്കിൽ പെണ്ണിനെ വേണ്ട. തമാശക്കാരിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നെറ്റിന് കവറേജ് ഇല്ലേ ആ വീട്ടിൽ നിന്ന് പിന്നെ പെണ്ണെടുക്കാൻ അവന് വലിയ. കാരണം ഇതിന് നമ്മൾ അത്രത്തോളം അഡിക്റ്റാണ്. ഞാനൊരു തമാശ, നമ്മൾ ഈ സാധനത്തിന് നമ്മൾ അത്രത്തോളം അഡിക്റ്റാണ്. പള്ളിയിൽ കയറുമ്പോ കാണാം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമോ? വൈബ്രേറ്റ് മോഡിൽ ഇടുള്ളൂ. എന്തുകൊണ്ട്? നിസ്കാരം കഴിഞ്ഞ് ആദ്യം എടുത്ത് നോക്കണം പുറത്തുവിനെ കോള് വല്ലതും വന്നോ. മൊബൈൽ കൊണ്ടുപോയി നിസ്കാരത്തിന് കൈകെട്ടിട്ട് നേരെ മൊബൈൽ മുമ്പിലോട്ടങ്ങിടും. റുക്കൂ ചെയ്യുന്നടുത്ത്, സുജൂദ് ചെയ്യുന്നടുത്ത്. അതിനകത്ത് കൈകെട്ടി അപ്പുറം ഇപ്പുറം സഫിന് ആളുണ്ടാവും. ആ സമയത്ത് ഒരു കോള് വരും. ആരിലും ഒരു പഹയ, നിസ്കാരം ഇല്ലാത്തൊരു പഹയം വിളിച്ചെന്ന് വിചാരിക്കും. കോള് വന്നാൽ ഡിസ്പ്ലേ തെളിയും. ഈ 14 ഇഞ്ചിന്റെ അത്രയുള്ള ഡിസ്പ്ലേയിൽ തെളിയുന്ന ഭാര്യയുടെ മുഖം. അതാണ് വാൾപേപ്പർ. ഒരു ഭാര്യയുടെ മുഖം. ഞാൻ അവനോട് അടിക്കല്ല, ആരാന്റെ അടിക്കുക, ഏതാണെങ്കിലും ഒരു മുഖം തെളിയും. തെളിയുമ്പോ തന്നെ ഇപ്പൊ നമ്മൾ നോക്കില്ലേ, നമ്മളിപ്പോ കണ്ട് അടുത്താണെങ്കിൽ അപ്പുറത്തിരിക്കണോ നോക്കൂല്ലോ. അവൻ റുക്കുയി പോകുമ്പോ നോക്കുന്ന ഇതാണ്, ഇപ്പുറത്ത് നോക്ക റുക്കുയി പോകുമ്പോ കാണുന്ന ഇവനാണ്. എത്ര പേര് നിസ്കാരം അതുകൊണ്ട് പത്തിലായി. എന്തുകൊണ്ട്? നിസ്കാരം നടക്കുന്ന ഒരു 5 മിനിറ്റ് ഓഫ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളിത് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഇതിനപ്പുറത്തേക്ക് ജീവിതമില്ല എന്ന് കരുതുന്നവരായി നമ്മൾ മാറി. ആദ്യം LTE 2G ആയി, 3G ആയി, 4G ആയി, ഇപ്പൊ 5Gയിലേക്ക് കടക്കും. ഇനിയിപ്പോ കുറച്ചു കാലം കൂടെ തന്ന ഈ
ഇപ്പൊ എല്ലാം തരുന്നത് ജിയോയാണ്. സർവ്വതും എല്ലാരെയും തന്നെ. ഇപ്പൊ ഭാര്യയെ കണ്ട് സംസാരിക്കണോ ജിയോ വാങ്ങിക്കും, പുറത്തു കഴിഞ്ഞാൽ വാപ്പായം കൂടെ ഒരു ജിയോ തരും. എല്ലാം ഈ വിരൽ തുമ്പിൽ പോകുമ്പോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ എന്തിനാണ് ഫിറഔനിനെ പരിചയപ്പെടുത്തി തന്നത്? ആരാ ഫറോവ? ആരാ ഫറോവ? മൂസാ നബിയോട് പറഞ്ഞു, ഫറോവ ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ. മൂസാ റബ്ബുൽ ആലമീൻ എന്ന് പറയുന്ന നിന്റെ അല്ലാഹ് ആരാ? അപ്പോൾ മൂസാ നബി പറഞ്ഞു, അല്ലദീ അൻസല മിനസ് സമാഇ മാഅ. ആകാശത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നവനാണ് എന്റെ അല്ലാഹ്. അപ്പൊ പൊട്ടിച്ചിരിച്ചിട്ട് ഫിറഔൻ പറഞ്ഞു, മൂസാ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് നിന്റെ അല്ലാഹെങ്കിൽ അതിന്റെയും മുകളിലാണ് ഞാൻ. കാരണം നിന്റെ അല്ലാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ. ഞാനാണ് മിസ്റിന്റെ അധികാരി. എന്നോട് ചോദിച്ചിട്ടാണ് നൈൽ ഒഴുകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ മനുഷ്യന്റെ ഭാര്യയാണ്. ഇതൊന്നും അറിയാത്ത ചരിത്രമല്ലല്ലോ. ആ മനുഷ്യന്റെ ഭാര്യയാണ് ആസിയ. എന്ത് പറഞ്ഞിട്ടാണ് പെങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുക? ഏത് കാലത്തെ കുറ്റം പറഞ്ഞിട്ടാണ് നിങ്ങൾ രക്ഷപ്പെടുക? ഈ ഫിറഔന്റെ കൊട്ടാരത്തിന്റെ കസേര വലിയൊരു സ്റ്റെയർ കേസ് കയറി, സ്റ്റെപ്പുകൾ കുറെ കയറിയിട്ട് അതിന്റെ മുകളിലാണ് ഫിറൗന്റെ കസേര. അവിടെ ഫിറൗൻ എങ്ങനെ ഇരിക്കുക? അയാൾ കേറുന്ന എങ്ങനെയാണെന്നറിയാവോ? ഒരതിശയോക്തി വേണ്ട. ഈ റാം റഹീം സിംഗിന്റെ കഥയൊക്കെ ഇപ്പൊ കേൾക്കുമ്പോ നമ്മൾ ഓർക്കണം ഫിറൗനൊന്നും അല്ല. ഇപ്പൊ പുതിയ റെയ്ഡൊക്കെ നടക്കുമെന്ന കഥ കേൾക്കുമ്പോൾ ഇതൊന്നും അല്ല. ഇതിൽ അതിശയോക്തിയില്ല. ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പുകളിലും പരിപൂർണ നഗ്നയായ കന്യകളായ പെൺകുട്ടികളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി അവരുടെ സ്ഥലങ്ങളിൽ കൈപിടിച്ചിട്ടാണ് ഫറോവ സിംഹാസനത്തിലേക്ക് കയറിപ്പോയത്. ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഈ മനുഷ്യന്റെ ഭാര്യയായിരുന്നു. ഞാൻ സഹോദരന്മാരോട് ആസിയ ബീവിയെ പരിചയപ്പെടുത്തി തരികയാണ്. ഈ മനുഷ്യന്റെ ഭാര്യയായിരുന്നു ആസിയ. മൂസാ നബി പറഞ്ഞു, ആകാശത്ത് നിന്നാണ് എന്റെ റബ്ബ് മഴ പെയ്യിപ്പിക്കുന്നത്. ഉടനെ ഫറോവ പറഞ്ഞു, വഖാല ഫിർഔനു യാ ഹാമാൻ ഇബ്നി ലീ. ഖുർആൻ സൂറത്തുൽ മുഅ്മിൻ ഒക്കെ ഖുർആനാണ്. സൂറത്തുൽ മുഅ്മിനല്ലേ അബ്ദുള്ള? സൂറത്തുൽ മുഅ്മിൻ. വഖാല ഫിർഔനു യാ ഹാമാൻ ഇബ്നി ലീ സർഹാ ലഅല്ലി യബ്ലുൽ അസ്ബാ. തന്റെ മന്ത്രിയായ ഹാമാനിനോട്, ഹാമാനെ ആകാശത്തേക്ക് ഒരു ഗോപുരം പണിയേ, മുകളിൽ കയറിയിട്ട് മൂസാടെ അല്ലാഹനെ ഞാൻ അമ്പെയ്ത് വീഴ്ത്തട്ടെ. ആയിരക്കണക്കിന് അനുയായികളെ ചുറ്റുഭാഗത്ത് നിർത്തി അമ്പര ചുമതിയായ ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹനെ അമ്പെയ്ത ആളാണ് ഫറോവ. അല്ലാഹു ജിബ്രീലിനോട് പറഞ്ഞു, ആ അമ്പ് പിടിച്ചെടുക്ക്, ആടിന്റെ രക്തം പുരട്ടി താഴോട്ടിട്ട് കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമ്പ് പിടിച്ചിട്ട് ആടിന്റെ രക്തം പുരട്ടി ഫറോവയുടെ അടുക്കലേക്ക് തിരിച്ചിട്ട് കൊടുത്തു. ആളുകൾ നോക്കുമ്പോ കണ്ടോ, രക്തം പുരണ്ട അമ്പ് ആകാശത്തിന്റെ മാറ് തുറച്ചിട്ട് തിരിച്ചു വരികയാ. ആടിന്റെ രക്തം പുരണ്ട അമ്പ് കയ്യിലെടുത്തിട്ട് താഴെ നിൽക്കുന്ന ജനകോടികളുടെ നേരെ ചുരുത്തി കാണിച്ചിട്ട് ഫറോവ അട്ടഹസിച്ചു വെത്രേ, കത്തഴുത്ത് റബ്ബി മൂസ, ഞാൻ മൂസാടെ റബ്ബിനെ കൊന്നിരിക്കുകയാ. മൂസ പറഞ്ഞ മഴ പെയ്യിപ്പിക്കുന്ന അല്ലാഹനെ ഫറോവ കൊന്നിരിക്കുന്നു. ഇനി മുതൽ അന റബ്ബുക്കുമുൽ അഅ്ലാ. ഇനി മുതൽ ഞാനാണ് അല്ലാഹ്, ഇനി ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ കിടപ്പറയിലെ ഭാര്യയായിരുന്നില്ല പെങ്ങളെ ആസിയാബി. ആസിയാബി ജീവിച്ചതെങ്ങനെയാ? ആരോരുമറിയാതെ തന്റെ ഭർത്താവ് അല്ലാഹ് പറയുന്ന ആയിരക്കണക്കിന് ആളുകളെ നദിയിലെറിഞ്ഞ് കൊല്ലുമ്പോ, നൈൽ നദി നിരപരാധികളുടെ മയ്യത്ത് കൊണ്ട് നിറഞ്ഞു കിടക്കുമ്പോ, തന്റെ ഭർത്താവ് 10,000-കണക്കിന് ആളുകളെ അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ കൊന്നൊടുക്കുമ്പോ, ആരുമറിയാതെ റൂമിന്റെ ഉള്ളില് പടച്ചറപ്പിന്റെ മുമ്പിൽ നിസ്കാരത്തിൽ പോയപ്പോഴല്ലോ ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം ഫറോവ കേട്ടു അല്ലാഹു വിളിക്കുന്നത്. ഓടി വന്നിട്ട് പറഞ്ഞു, ആസിയ പറയേ റബ്ബ് ഫിർഔനാണ് റബ്ബെന്ന് പറഞ്ഞപ്പോ, ഇല്ല ഇല്ല എന്റെ റബ്ബിനെ ഞാൻ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ് മലത്തി കിടത്തിയിട്ട് ഭർത്താവ് ൂത്തുമോട്ട് കിടക്കുന്ന ശൂലമെടുത്തിട്ട് മുഖ്യസ്ഥാനത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോ തന്റെ രഹസ്യാവയവത്തിൽ നിന്ന് രക്തം തടം തല്ലിയാടുകവേ ഭർത്താവ് സംഹാര താണ്ഡവമാടുന്ന പച്ച ശരീരത്തിന്റെ വേദന ശരീരത്തെ കീറി മുറിക്കുമ്പോ മലത്തി
മലർത്തിക്കിടത്തിയിട്ട് മുഖ്യസ്ഥാനത്ത് കുന്തം കുത്തിക്കയറ്റിയപ്പോ ആകാശത്തേക്ക് മലന്ന് കിടന്ന് ആസിയാ ബീവി പറഞ്ഞ ഒരു ദുആ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ. അല്ലാഹുവേ, ആരുമറിയാതെ ഇത്രനാളും നിന്നെ ഞാൻ ആരാധിച്ചു റബ്ബേ, പരസ്യമായ എന്റെ ഭർത്താവിനെ കൊല്ലുകയാണ്. അല്ലാഹുവേ, വേദന എനിക്ക് പ്രശ്നമല്ല, ത്യാഗങ്ങൾ എനിക്ക് പ്രശ്നമല്ല, ഈ ലോകത്ത് നിന്ന് വിട പറയാനും എനിക്കും മടിയില്ല. ഇന്നത്തെ ബൈതൗ ഫിൽ ജന്ന. അല്ലാഹുവേ, നാളെ ഇതിന് പകരം നിന്റെ മുമ്പിൽ ഞാൻ വരുമ്പോ സ്വർഗത്തിൽ എനിക്ക് പാർക്കാനൊരു വീട് തരുമോ അല്ലാ, ഒരു വീട് തരുമോ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഈ കൊല്ലൂറുകളെ പെങ്ങളോട് ആധുനിക കാലഘട്ടത്തിന് ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഈ മഹിളാരംഗത്ത് മരിക്കുന്ന നേരത്ത് സ്വർഗത്തിലൊരു വീട് ചോദിച്ചപ്പോ അഹിശറയിലെത്തി ഹിസാബ് കഴിഞ്ഞ് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമ്പോ അവിടെ ഒരു വീട് വേണമെന്ന് ദുആ ചെയ്തപ്പോ ചെയ്യേണ്ട താമസം മലർന്ന് കടന്നിട്ട് മാറിലേക്ക് കുത്തുകളേറ്റ് നിലവിളിക്കുന്ന ആസിയാ ബീവിയുടെ കണ്ണിന്റെ മുകളിൽ മേഘജാലകങ്ങളുടെ ഇടയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഒരു മണിമാളിക ഉയർത്തി കാണിച്ചു കൊടുത്തു. ആസിയ, മരണവേദനയിൽ കിടന്നെന്ന് നീ തടയുമ്പോ എനിക്ക് നീ ദുആ ചെയ്ത മാളിക ഇതാണെന്ന് സ്വർഗത്തിൽ ചെന്നിട്ട് കിട്ടേണ്ട സൗഭാഗ്യം മരിക്കുന്ന നേരത്ത് മേഘജാലകങ്ങളുടെ ഇടയിൽ കണ്ടിട്ടാണ് ഫറോവയുടെ പത്നിയായ ആസിയാ ബീവി റളിയല്ലാഹു തആല വിട പറഞ്ഞത്. സഹോദര സഹോദരി, അല്ലാഹു നമുക്ക് ബോധ്യം പെരുമാറാകട്ടെ, അല്ലാഹു ബോധ്യം തരട്ടെ. മരിക്കണമെന്ന് ഉറപ്പാണല്ലോ, ഏത് സമയത്ത് മരിച്ചാലും ആധുനിക കാലഘട്ടത്തിലെ ഫറോവമാരുടെ ഇടയിൽ ഒരാസിയാ ബീവിയായി മാറാൻ, മരിക്കുന്ന നേരത്ത് സ്വർഗം കാണാൻ, ഏത് സമയത്ത് മരിച്ചാലും മരണം എപ്പോഴെന്നറിയില്ലല്ലോ. ഈ കൊല്ലൂരുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരുങ്ങിക്കിടക്കുന്നുണ്ട് കബറില്, ആ കബറിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇനിങ്ങാണ്ട് കൊല്ലൂർ വിളയിൽ നിന്ന് സന്തോഷത്തോടെ യാത്ര ചെയ്തും മധുരയുടെ ദേശീയ പാതയിലൂടെ സഞ്ചരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് സാഹിബിന്റെ ഭാര്യയും ഉമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം സഹോദരങ്ങളെ മരണ വീട്ടിലേക്ക് പോയപ്പോ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് സാന്ത്വന വർത്തമാനം പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ ഇനി കബീർ വാക്കവി കേരളത്തിന് അകത്തും പുറത്തും പറയും. ഇത് കാരണം എന്തെന്നറിയോ? നാളെ നീ മരിച്ചാലും ഇതേപോലെ നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് പറയണം, നിന്നെ കുറിച്ച് നിന്റെ ഉപ്പ പറയണം, നിന്നെ കുറിച്ച് നിന്റെ മകൻ പറയണം. ഫിറോസ് സാഹിബിനോട് ചേർത്തിരുന്ന് യൂനുസ് സാഹിബ് അടക്കമുള്ളവർ കേട്ടതാ. ഉസ്താദേ, എന്റെ ഉമ്മ 4 മണിക്ക് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ടിരിക്കാറുണ്ടായിരുന്നു. എന്റെ ഭാര്യ പാതിരാത്രി വരെ ഇബാദത്തിൽ മുഴുകിയപ്പോഴ എന്റെ മോളാണെങ്കിലോ സമ്മിക്കിരുന്നവൾ ഖുർആൻ ഓതാത്ത ദിനരാത്രങ്ങളില്ല. ദേശീയ പാതയിൽ അല്ലാഹു അപകടമാണെന്ന് നൽകിയതെന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മയും എന്റെ ഭാര്യയും എന്റെ പൊന്നുമോളും എനിക്കൊന്ന് കാണാൻ കഴിയാതെ മരിക്കുന്ന നേരത്തെ എന്റെ പൊന്നുമോള് വിളിച്ചിട്ടുണ്ടാവില്ല ഉപ്പാന്ന്, ഭാര്യ വിളിച്ചിട്ടില്ലേ പ്രിയപ്പെട്ട ഭർത്താവിനെ, ഉമ്മ വിളിച്ചിട്ടില്ലേ സക്കറാത്തിന്റെ നേരത്തിൽ പൊന്നുമോനെ എന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നടുറോഡിൽ കിടന്നിട്ടവരും മരിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ തോളത്ത് തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഫിറോസ് സാഹിബ്, ഇത്ര ഇബാദത്തോടെ അവര് ജീവിച്ചവരാണെങ്കിൽ അപകടത്തിൽ വെച്ചാണ് മരിച്ചതെങ്കിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉറപ്പാണ്. അപകടത്തിൽ വെച്ച് മരിക്കുന്നവർ ദീനിയായ ചിട്ടയിൽ സഞ്ചരിച്ചവരാണെങ്കിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉറപ്പാ. അല്ലാഹുവേ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ, ഖബറിടം വിശാലമാക്കുമാറാകട്ടെ, ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സിദ്ദീഖ് സാഹിബ് പറഞ്ഞ എന്റെ മകന് സഞ്ചാരത്തിന്റെ ഇടയിൽ മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബറിടം വിശാലമാക്കട്ടെ. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളാണ് ജീവിതം. ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം ഉറങ്ങുമോ ഉറപ്പില്ല. ഭർത്താവ് മരിച്ചതറിയാതെ ഭാര്യ ആശുപത്രിയിൽ കിടക്കുകയാണ്. സ്വന്തം ഭർത്താവ് ഇന്നലെ വരെ 40 ദിവസം എന്റെ കൂടെ ജീവിത പങ്കാളിയായി നടന്നവന് മണ്ണിന്റെ അടിയിലേക്ക് പോയി. ഇനി വിളിച്ചാൽ വിളി കേൾക്കില്ലെന്ന് ഭാര്യക്കറിയില്ല. പൊന്നു സഹോദര, ജീവിതം ഇതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ ജീവിതം
നീർത്ത് നിന്ന് ഉച്ചയ്ക്ക് വാടി കരഞ്ഞു പോകുന്ന പുല്ലില പോലെ രാവിലെ കടന്നു പോകുമ്പോൾ സുഗന്ധം നൽകി വൈകുന്നേരം തിരിച്ചു വരുമ്പോ വാടിക്കിളക്കുന്ന താമരത്തണ്ട് പോലെ എവിടെയോ ഒരിടത്ത് വിധിയുടെ കളിപ്പാട്ടം പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു പോകുമ്പോ സഹോദരാ, എങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? മരിക്കുന്ന നേരം മോള് ഉപ്പാന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ? നമ്മുടെ ഭാര്യയുടെ കാലിൽ മുള്ളു തട്ടിയാൽ ആദ്യം വിളിക്കുന്നത് അവിടെ നമ്മളെയാണ്. കാരണം ശരീരം രണ്ടെങ്കിലും ഹൃദയം ചേർന്ന് കിടന്നവരാണല്ലോ. അള്ളാഹു നമ്മളെ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൊടുന്നനെയുള്ള മരണങ്ങൾ അള്ളാഹുവേ, കുടുംബസമേതം പാതിരാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കുല മുഴുവനും പിടിതെടുത്തിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരു ദുഃഖമല്ല മനുഷ്യൻ, അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ നടുവിലാണുള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മാടി വിളിച്ചു നിൽക്കുമ്പോ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയാതെ വരുമ്പോ എങ്ങനെയെന്ന് അറിയില്ല. മരണമേത് വഴിയിൽ? ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ, കൊല്ലൂർ വിളക്ക് വരാൻ എന്റെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. വിളിക്കുന്നുണ്ട് സംഘാടകർ, എവിടെ എത്തി? പെട്ടെന്ന് ആദിച്ചനല്ലൂര് കഴിഞ്ഞ് വണ്ടി തുരുതുരാ പായുന്നു. വളവ് തിരിഞ്ഞു വന്നപ്പോ ഒരു 1.5 വയസ്സുള്ള കുട്ടി റോഡിലേക്ക് പെട്ടെന്ന് ചാടിയിറങ്ങി വണ്ടിയുടെ മുമ്പിലേക്ക്. പെട്ടെന്ന് ഞാൻ ഡ്രൈവറെ വിളിച്ച അനസ് വണ്ടി ചവിട്ടി നിർത്തി. ഒരു 1.5 വയസ്സുള്ള കൊച്ചുകുഞ്ഞു വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടി. അല്ലാഹുവിന്റെ വലിയൊരു കാവൽ, ഒന്നും സംഭവിച്ചില്ല. വണ്ടി നിർത്തി ഇറങ്ങി ഞാനും കൂടെയുള്ള ആളും കൂടി ആ കുഞ്ഞിനെ പിടിച്ചപ്പോ ഒരു വയോവൃദ്ധം വന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്തു. തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം ചോദിക്കുന്നു, മോളവിടെ? അയാളുടെ കൈവിട്ട് കുട്ടി അടുത്ത വണ്ടിയുടെ മുമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വജൻ ഗേറ്റ് തുറന്നു കിടക്കുന്നു. ഞങ്ങൾ ആ കുഞ്ഞിനെയും എടുത്ത്, ആ പിതാവിന് ഓർമ്മ നഷ്ടപ്പെടുന്ന പിതാവാണ്, എന്തോ രോഗി. ആ 1.5 വയസ്സുള്ള കുഞ്ഞിനെയും എടുത്ത് അപ്പുറത്ത് പോയി വാതിൽ തൊട്ടി വിളിച്ചു. വീട്ടില് പേരെഴുതിയിട്ടുണ്ട് കൃഷ്ണൻകുട്ടി. ആരുമില്ല, ഒരു മകള് മാത്രം. ആ മകളോട് ഞങ്ങളെ കാര്യം പറഞ്ഞപ്പോ എന്റെ മോളെ എന്ന് പറഞ്ഞ് നിലവിളിച്ചോടിയെടുത്തു. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഒരൊറ്റ നിമിഷം കൊണ്ട് തകരുന്നതൊരു ജീവിതമല്ലയോ? കയ്യിലിട്ട് താരാട്ട് പാടി 1.5 വയസ്സുള്ള മോളല്ലയോ? അവരുടെ കയ്യിലെ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്ത് വലിയ ചാരിതാർത്ഥ്യത്തോടെ ഇറങ്ങി വന്നു. സഹോദരങ്ങളെ, ഇതിലെന്ത് വർഗീയതയാണുള്ളത്? കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ പോയി മുട്ടി വിളിക്കാൻ എനിക്ക് ധൈര്യം എന്നത് ഈ മതേതര കേരളത്തിന്റെ മേൽവിലാസമാണ്. അള്ളാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞു പോകുമ്പോ സഹോദരി മരിക്കണം ഉറപ്പാണ്. പക്ഷേ മരിക്കുന്ന നേരം ഇമ്രാന്റെ മകളായ മറിയം ബീവിയെ പോലെ ഫറോവയുടെ കൊട്ടാരത്തിൽ അല്ലാഹുവനുസരിച്ച ആസിയ ബീവിയെ പോലെ ലോകമെന്തുമാകട്ടെ, ഏതൊക്കെ പെണ്ണ് എവിടെയൊക്കെ പോയാലും നിനക്കെന്ത് പെങ്ങള്? തലശ്ശേരി കോടതിയുടെ വരാന്തയിൽ റാഹി റാഹി എന്ന ഉപ്പയുടെ നിലവിൽ ഉയരുമ്പോ ഇന്നലെ വരെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണുമോ ഇന്നലെ കണ്ടവന്റെ കൂടെ കടന്നിറങ്ങി പോകുമ്പോ നെഞ്ചും തകർന്നു നിന്ന് കോടതി വരാന്തയിൽ റാഹി റാഹി പൊന്നുമോളെ എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന പാവപ്പെട്ട ഉപ്പ. എന്നും നമ്മൾ കേൾക്കുന്നവർ മരുഭൂമിയിൽ കിടന്ന് കട്ടപ്പെടുന്ന ഭർത്താവിന് വിഷം കൊടുത്തു കൊണ്ടിട്ട് കാമുകന്റെ കൂടെ സുഖിക്കുന്ന ഭാര്യ. ഈ ഫറോവയുടെ കാലഘട്ടത്തിലെല്ലാം കാണുമ്പോ ഇവിടെ അടുത്തെവിടെയാണെന്ന് തോന്നുന്നു പ്രവാസിയായ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് കടന്നു കളഞ്ഞ ഭാര്യ കോടതിയിൽ പോകുമ്പോ തന്റെ സമ്പാദ്യം മുഴുവനും കൈക്കലാക്കി അറബി നാടിന്റെ മരുഭൂമിയിൽ കിടന്ന് കട്ടപ്പെട്ട പൈസ ഫുള്ള് കാമുകന്റെ കയ്യിൽ കൊടുത്തിട്ട് കോടതി വരാന്തയിൽ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയ ഭാര്യയൊത്ത് പൊട്ടിക്കരയുന്ന പ്രവാസിയായ ഭർത്താവിന്റെ ചിത്രം ഇനി ആധുനിക കാലഘട്ടം കാണുന്നതാണ്. അതിന്റെ ഇടയിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ ആസിയ ബീവിയെ പോലെ ആസിയ ബീവിക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമേതാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് സവ്വജനി റബ്ബി ബിഇസ്നി. നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു എനിക്ക് 2 പെണ്ണുങ്ങളെ വിവാഹം ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നാരെന്നറിയുമോ? ഒന്ന് മറിയം ബിനത്ത് ഇമ്രാൻ, ഒന്ന് ഇമ്രാന്റെ മകളായ മറിയം ബീവി സ്വർഗ്ഗത്തിൽ എന്റെ ഭാര്യയാണ്. രണ്ടാമത്തെ പെണ്ണ് ആസിയ ബിൻത് മസാഹിം, മസാഹിമിന്റെ മകളായ ആസിയ റളിയല്ലാഹു അൻഹാ. ഫിറോന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ല, മസാഹിമിന്റെ മകൾ. ഫിറോനിലോട്ട് ചേർത്ത് പറഞ്ഞില്ല. ആസിയ ബിൻത് മസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. ഫറോവ ആസിയ ബീവിയുടെ ഭർത്താവാണെങ്കിലും ഫറോവ ആസിയ ബീവിയുടെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അല്ലാഹു തൊടാൻ അവസരം കൊടുത്തിട്ടില്ല. കാരണം ഫറോവ തൊട്ടാൽ നാളെ പുണ്യഭൂമാന്റെ ഭാര്യ പദവി അലങ്കരിക്കേണ്ടവളല്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു കൊണ്ട് പെങ്ങളെ ഫറോവയുടെ കൊട്ടാരത്തിന് ആസിയ ആവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. നിങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫറോവമാർ വാണരുളുമ്പോ ആസിയായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. അല്ലാതെ പടച്ചോൻ എന്റെ നാടെങ്ങനെയായി, എന്റെ വീടിങ്ങനെയായി, ഞാൻ അതുകൊണ്ട് ഇങ്ങനെയായി, അള്ളാഹുടെ മുമ്പിൽ രക്ഷയില്ല. ഒരു കഥ കൂടി പറഞ്ഞുതരാം. അള്ളാഹു നമുക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തെല്ലാവരും സർവ്വതും ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്തൊരു സമൂഹം ഉണ്ടായിട്ടില്ല. തെറ്റ് ചെയ്യാത്തൊരു സമൂഹം ഉണ്ടായിട്ടുണ്ടോ? തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബിമാരുടെ ഭാര്യമാര് പോലും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? അറിയില്ല. ഇതെന്തിട്ട് മനുഷ്യന്മാരെ പടച്ചവനെ. ഇതിങ്ങനെ പറഞ്ഞു പോയ എന്റെ സമയം നീണ്ടുപോകണല്ലാതെ. ഖുർആനിൽ 6 ആയത്ത് ഒന്നിച്ചിറങ്ങിയത് ഈ സംഭവത്തിലാണ്. 6 ആയത്ത് ഒന്നിച്ചിറങ്ങി. സൂറത്ത് നൂർ. സമയമായ സംഭവം പറയണോ? ഞാനൊരു ചാൻസ് പറയണോ? സമയായി ആയില്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ സദസ്സിനെ നിലനിർത്തി തരട്ടെ. ഇനി കേൾക്കണമെന്ന് പറയുമ്പോഴാണ് കേൾവി പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഇത് വെറും ഒരു ആസ്വാദനമാവരുത്. ഈ കേൾവി പ്രയോജനപ്പെടുന്നു. കുറെ സഹോദരിമാർക്ക് പ്രയോജനപ്പെടുന്ന കടിയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് ഏറെയുണ്ട്. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ മനസ്സിലാക്കി തെറ്റിൽ നിന്ന് മാറുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആവണം. പടച്ചോനെ, ഞാനിപ്പോ തൊപ്പിയിട്ടിട്ട് നാളെ പള്ളിയിൽ പോയാൽ ആളുകൾ എന്ത് പറയുന്നു വിചാരിക്കുന്നത്? ഞാൻ എന്റെ വേഷമൊക്കെ മാറ്റി നല്ലൊരു പെണ്ണായിട്ടാൽ ഇനിയിപ്പോ ആളുകൾ എന്ത് പറയും എന്ന് വിചാരിക്കണ്ട. ആളുകളുടെ വാക്ക് നോക്കിയിട്ട് ജീവിക്കാൻ കഴിയില്ല. ഈ അബദ്ധ സഞ്ചാരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ബാഹ്യമായ കാര്യം കൊണ്ട് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരി, ഞാൻ പുറത്തു തരാം, നിങ്ങൾ എന്നിട്ട് ജീവിച്ചോളി, ഞാൻ സ്വർഗം തരാം. നമ്മൾ ചെയ്ത തെറ്റ് ആദ്യം കണ്ടതാരാ? അള്ളാഹു. പക്ഷെ അതിനെ മറച്ചു വെച്ചതാരാ? അള്ളാഹു. അവൻ ഗഫൂറുമാണ്, സത്താറാണ്. സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നു. മറച്ചു വെച്ച എന്തിനാ? ആരും അറിയണ്ട. നീ എന്നോട് തൗബ ചെയ്തോളി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങാനും ഒരു തെറ്റ് കിട്ടിയാൽ പിന്നെ ഫേസ്ബുക്കിൽ ഒരു ആഘോഷമാണ്. റോട്ടിൽ കൂടെ പോണവനെ എവിടെയെങ്കിലും വെച്ച് പിടിച്ചു കിട്ടിയാലും മരത്തിട്ടിട്ട് തല്ലാണ്. തല്ലിയിട്ട് പിന്നെ ഫേസ്ബുക്കിൽ ഇടുകയാണ്. എല്ലാത്തിനും നമ്മളുണ്ട്. പക്ഷേ അള്ളാഹു മറച്ചു വെക്കുന്നവർക്ക് ഞാനതൊക്കെ പറയുന്നു. ഒരാൾ തെറ്റ് ചെയ്താൽ അവൻ വ്യഭിചരിച്ചു, അവൻ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ അവനെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്നവനോ? അവിടെ നമ്മൾ ഇതിലൊന്നും പോകണ്ട. അടിച്ചിട്ട് തല്ലുകയാണെങ്കിൽ നമ്മളത് വഴിക്ക് പോകണ്ട. അള്ളാഹു സത്താറാണ്. തെറ്റ് ചെയ്ത് ആദ്യം കണ്ടത് നമ്മളല്ലല്ലോ. അവൻ റോട്ടി ഇറങ്ങിയപ്പോഴല്ല നമ്മൾ കണ്ടത്. അവൻ ആ പെണ്ണിന്റെ കൂടെ കിടന്നപ്പോഴും കണ്ടതാരാ? അല്ലയാണ്. അവൻ സത്താറാണ്. അവനത് മറച്ചു വെച്ച് കളഞ്ഞു. നീ എന്തിനാണ് അടിമയത് പരസ്യപ്പെടുത്തിയത്? ഞാൻ ഒരു വ്യഭിചാരത്തെ ന്യായീകരിക്കുകയല്ല. അതിന്റെ തെറ്റിന്റെ ശിക്ഷ അള്ളാഹും അവനും തമ്മിലാണ്. നമ്മളതിൽ പോയി ഇടയിൽ ചാടരുത്. പൊറുക്കപ്പെടാത്ത ചിലപ്പോ മനസ്സിലായില്ല. ഈ വാദമൊന്നും പറ്റൂല ആൾക്ക്. നമ്മളതിൽ പെടണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ മലക്കാണെങ്കിൽ, നമ്മൾ 100% നല്ലവരാണെങ്കിൽ ഉറപ്പാണ്. ഇതിവിടെ മാത്രമല്ല. ഒറ്റ സംഭവം പരന്നു പണി വിവരങ്ങളിരിക്കോ? ഇത് ഖുർആൻ നമ്മോട് പറയുന്നതാണ്. എന്തിനാണ് ഖുർആൻ പറയുന്നത്? നമ്മുടെ മനസ്സിൽ കയറാൻ. 6 ആയത്ത്
ആയത്തിറങ്ങി. എവിടെ? സഹാബിയുടെ വീട്ടിൽ നടന്ന സംഭവം. അതുകൊണ്ട് സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഇതെല്ലാ ജനതയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ തിരുത്തിയിട്ടുണ്ട്. നമ്മൾ തിരുത്തുന്നില്ല, അതിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. ഒരു കാലം അന്ന് സ്വന്തം ഭാര്യ വേറൊരുത്തന്റെ കൂടെ വ്യഭിചരിക്കുന്നത് ഒരു ഭർത്താവ് കണ്ടാൽ അന്നത്തെ നിയമം ഏറ്റവും കുറഞ്ഞ 4 സാക്ഷികളെ ഹാജരാക്കണം. എത്ര സാക്ഷികൾ? ഭാര്യ വേറൊരാളുടെ കൂടെ വ്യഭിചരിക്കുന്നത് നേരിട്ട് ഭർത്താവ് കണ്ടാൽ ആ ഭർത്താവിനത് പറയാൻ പാടില്ല. പറയണമെങ്കിൽ എത്ര സാക്ഷി? 4. പിറ കണ്ടാൽ എത്ര സാക്ഷി? 2. പിറ കണ്ടാൽ സ്ഥിരീകരിക്കാൻ 2 സാക്ഷി മതി. പിറവിയുടെ കാരണമായി ഇത് നടന്നാൽ 4 സാക്ഷി. 4 സാക്ഷികളില്ലാതെ പറ്റില്ല. 4 സാക്ഷി ഇല്ലാതെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് ഭർത്താവ് പറഞ്ഞാൽ അയാളെ ചാട്ടവാറിനടിക്കണം. ഇതാണ് നിയമം. ആ നിയമം നിലവിലിരിക്കെയാണ് മദീനയിൽ ഖുർആന്റെ ക്ലാസ് നടക്കുന്നു. മദീന, അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. ആമീൻ പറഞ്ഞില്ല, ഞാൻ സംഭവം പറയൂല, ഞാൻ വാഹൃദവാനം പറയും. എന്റെ കോട്ട കഴിഞ്ഞ് 2 മണിക്കൂറായി. ഇനി പറയുന്നത് ബോണസാണ്. സാധാരണ 2 മണിക്കൂറാണ് പ്രസംഗം. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു, അത് ബോണസാണ്. ബോണസ് എത്രയാവാന്നുള്ളത് മുതലാളിയുടെ സ്വാതന്ത്ര്യം. ഈ മുതലാളിയുടെ അല്ല, പ്രസിഡന്റിന്റെ. ബോണസ് എത്ര വേണേലും കൊടുക്കാം. അത് അതിന് ആനുപാതികമായി കണക്ക് കൂട്ടപ്പെടുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ മുതലാളി ആരാ? ഏറ്റവും വലിയ മുതലാളി ആകാശഭൂമിയുടെ ഖജനാവ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അവനാണ് മുതലാളി. ആ മുതലാളി എന്ത് തരാമെന്ന് വാഗ്ദാനം ചെയ്താലും അല്ലാഹു വാക്കുപാലിക്കുന്നവനാണ്. ആ മുതലാളി വീതിച്ച് തന്നതിൽ നിന്നൊരു കോടിയിലൊരു അംശമാണ് കബീർ വാക്കവി കിട്ടിയത്, യൂനുസ് ഹാശിമിന് കിട്ടിയത്, അബ്ദുറഹ്മാൻ സാഹിബിന് കിട്ടിയത്, വാക്കവിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് കിട്ടിയത്. അതൊക്കെ അള്ളാഹു എന്ന മുതലാളി തന്നതിൽ നിന്ന് ഒരൽപ്പാണ്. അത് അവന്റെ പ്രീതിക്ക് വേണ്ടി ചെലവഴിക്കും. അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹ് തന്നതിൽ ചെലവഴിക്കും. ഇന്ന് കണ്ട ഒരു സഹോദരന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ നല്ല സന്തോഷത്തോടെ അവള് ജീവിച്ചപ്പോ ഞാൻ മനസ്സിലെ നീയത്ത് ഇതൊരു 3 യത്തീമായ പെൺകുട്ടികളെ കെട്ടിച്ചുകൊടുത്തു. അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഖൈർ നൽകട്ടെ. തന്റെ മോള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ ഒരാൾക്ക് ഇങ്ങനെ ചെയ്തു തോന്നിയാൽ ആ മനസ്സിൽ നന്മയുടെ അംശം വച്ചിട്ടില്ലെന്നാണ്. അള്ളാഹു ആ കുടുംബത്തിന് നല്ല ഐശ്വര്യം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ആ മോളുടെ കുടുംബത്തെ അള്ളാഹു ഖൈറിലാക്കട്ടെ. നാളെന്ന് ഞാൻ പറയില്ല, ഒരാൾ എന്നോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ 10 പവന് 50,000 പേര് യത്തീമായ കുട്ടി കൊടുക്കുന്നു ഉസ്താദ്, 3 പേർക്ക്. എന്തുകൊണ്ട്? അള്ളാഹു അവരുടെ ഭാര്യയുടെ അസുഖം പൂർണ്ണ ശിഫയാക്കി കൊടുക്കട്ടെ. മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി. ഇത് മുതലാളി അവനാണ്. അവൻ തരാൻ തീരുമാനിച്ച വാരിക്കോരി തരും. അവൻ തരാൻ തീരുമാനിച്ചില്ലെങ്കിൽ എത്ര ഓടിയിട്ട് കാര്യം ഉണ്ടാവും. ആ കാലഘട്ടത്തിലെ നിയമം അങ്ങനെയാണ്. ആ നിയമത്തിലാണ് ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ ഈ ആയത്ത് പറഞ്ഞപ്പോ മഹാനായ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വന്തം ഭാര്യമാര് വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് അത് സാക്ഷ്യപ്പെടുത്താൻ 4 സാക്ഷികൾ വേണമെന്ന് ഖുർആന്റെ നിയമമുണ്ടല്ലോ. ഞങ്ങൾ ഭർത്താക്കന്മാര് വലിയ വിഷമത്തിലാണ് നബിയേ. ഭാര്യമാര് വ്യഭിചരിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ടിട്ടും 4 സാക്ഷികളെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വ്യഭിചാര സന്തതികളെ ഞങ്ങൾ പേരണമല്ലോ നബിയേ. വ്യഭിചാരത്തിലുണ്ടായ മക്കൾ ഞങ്ങളെ വാപ്പാന്ന് വിളിക്കുമല്ലോ. ഞങ്ങൾക്കത് അപമാനമാണ് യാ റസൂലല്ലാഹ്. മാത്രമല്ല ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് 4 സാക്ഷികളെ ഒപ്പിക്കാൻ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവര് കാര്യം കിടന്ന് പോയിട്ടുണ്ടാകുമല്ലോ നബിയേ. ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. വാക്കവിയുടെ വകയായിട്ടൊന്നും ഇല്ല നബി. ഇത് വലിയൊരു ഇടങ്ങേറാണ്. 4 പേരെ ഒപ്പിച്ചിട്ട് വരുമ്പോ അവരിവിടെ ഉണ്ടാവൂലല്ലോ നബിയെ. എന്ത് രസമാണ് ഖുർആൻ ഇറങ്ങിയ സംഭവമൊക്കെ. സമയമില്ലാതെ
ഇത് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുഞ്ചിരി വന്നു. അൻസാറുകളുടെ നേരെ വിളിച്ചിട്ട് ചോദിച്ചു, അൻസാറുകളെ, അമാ സമയത്തും ഖൗല സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് പറയുന്ന ഈ വാക്ക് നിങ്ങൾ കേൾക്കുന്നില്ലേ? സഅദ് ബിൻ ഉബാദ എന്തൊക്കെയാണ് ജനസമക്ഷത്തിൽ വിളിച്ചു പറയുന്നത്? ഇത് കേട്ട അൻസാറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, സഅദ് ബിൻ ഉബാദയുടെ വാക്ക് ലഘൂകരിക്കുന്ന നബിയേ, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല ഏറ്റവും മാന്യനാണ്. ഈ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല ഒരു പെണ്ണിനെങ്കിലും തലാഖ് ചൊല്ലിയാൽ, സഅദ് ബിൻ ഉബാദ മുടി ചൊല്ലിയ പെണ്ണിനെ പിന്നെ മദീനയിൽ ഞങ്ങൾ ആരും വിവാഹം കഴിക്കില്ല നബിയേ. കാരണം സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഭാര്യമാരോട് അത്ര സ്നേഹമുള്ള ആളാണ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഴിയാത്ത ഭാര്യ ഒരു പുരുഷന്റെ കൂടെയും കഴിയില്ല യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് സങ്കടമായി. സഅദ് ബിൻ ഉബാദ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, പക്ഷേ ഖുർആന്റെ നിയമം മാറ്റാൻ കഴിയില്ലല്ലോ. ആകാശത്തേക്ക് നോക്കി ജിബ്രീൽ വരുന്നില്ല അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ സദസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു സഹാബി ഓടി വരുന്നു, മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹ്, ഞാൻ മദീനയിലെ പാവപ്പെട്ട കർഷക തൊഴിലാളിയാണ്. രാവിലെ ഈത്തപ്പഴ തോട്ടത്തിൽ പോയി ജോലി ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നബിയേ. രാവിലെ ഈത്തപ്പഴത്തോട്ടത്തിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഇന്നലെ പതിവ് പോലെ രാവിലെ പോയി വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നപ്പോ എന്റെ ഭാര്യയുടെ കൂടെ വേറെ ചെറുപ്പക്കാരൻ കിടപ്പറ പങ്കിടുന്നു നബിയേ. അവൾ ഹുമൈസ എന്ന ചെറുപ്പക്കാരന്റെ കൂടെ, അവന്റെ പേര് ഹുമൈസ എന്നാണ്. ബഹുമാനപ്പെട്ട ഹിലാൽ ഇബ്നു ഉമയ്യക്ക് അറിയാവുന്ന ചെറുപ്പക്കാരനാണെന്നല്ലേ അർത്ഥം. നബിയേ, ഞാനത് കണ്ടു യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഹിലാൽ, 4 സാക്ഷികളുണ്ടോ? ഹിലാൽ, ഇല്ല നബിയേ. എന്നാൽ നിനക്ക് ചാട്ടവാറടി കിട്ടും ഹിലാലേ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു, നബിയേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് മാത്രമല്ല, ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ വികാര പാരവശ്യത്തിൽ അവര് സംസാരിക്കുന്ന സംസാരം സമയത്തിൽ എന്റെ 2 ചെവിയിൽ ഞാൻ കേട്ടു നബിയേ. കണ്ണുകൊണ്ട് കണ്ണെന്ന് മാത്രമല്ല, അവരുടെ ശബ്ദം പോലും ചെവിയിൽ കേട്ടതാണ് എന്ന് മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. എന്താണ് ചെയ്യേണ്ടതറിയില്ല. ആരാണ് ഈ സഹാബി? മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ. ആരാ ഹിലാൽ ഇബ്നു ഉമയ്യ? അറിയോ? ഇല്ല. ഇതാണ് നമ്മുടെ ഖുർആൻ. ഇതൊരു വല്ലാത്ത ഗ്രന്ഥമാണ്. അതറിഞ്ഞാലേ ഈ സംഭവത്തിന്റെ തീവ്രത അറിയൂ. ഇനി നിങ്ങൾ വരീ, ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട 3 പേരിൽ ഒരാൾ തബൂക്ക് യുദ്ധം പോകാൻ റസൂലുള്ളാഹി സഹാബത്തും പോയപ്പോ ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ട് യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന 3 പേരിൽ ഒരാൾ. സൂറത്ത് തൗബ അല്ലേ? തബൂക്ക് യുദ്ധം അപ്പോൾ ഈ സഹാബിയുടെ പരാതിയുടെ ആഴം മനസ്സിലാവും. തബൂക്ക് യുദ്ധത്തിന് റസൂലുള്ളാഹി സഹാബത്തും പോയപ്പോ 3 സഹാബത്ത് പോയില്ല. ഒന്ന് ഈ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് ഖുർആൻ ഇറങ്ങുകയാണ്. ആ സമയത്ത് ശരീരത്തിന് ഭാരം കൂടും. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ ഖുർആൻ ആയത്തിറക്കി കൊടുക്കും. ആയത്തിന്റെ ഭാരം നബി തങ്ങളുടെ ശരീരത്തിലേക്ക് വരുമ്പോ എന്റെ തുടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. ആയത്തിറങ്ങുന്ന സമയത്ത് നബി തങ്ങളുടെ ശരീരത്തിന് ഭാരം കൂടുതലാ. ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നതെങ്കിൽ ആ ഭാരം കൊണ്ട് ഒട്ടകം പോലും മുട്ടുമുട്ടിപ്പോകുമായിരുന്നു എത്രേ. കാരണം ഈ ഖുർആന്റെ ഓരോ ആയത്തും അത്രയേറെ ഭാരമുള്ളതാണ് നബിയേ. ആയത്തിറങ്ങി നബിയെ പറഞ്ഞു കൊടുക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന യറൂ
ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. സ്വന്തം ഭാര്യക്കെതിരെ ഭർത്താവ് വ്യഭിചാര ആരോപണം നടത്തുകയും അയാൾക്ക് 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നൊരവസരം വന്നാൽ ആ സമയത്ത് നബിയെ ചെയ്യേണ്ടത് ഭാര്യ ഭർത്താക്കന്മാര് ജനങ്ങളുടെ നടുവിൽ വെച്ചിട്ട് 4 പ്രാവശ്യം അല്ലാഹുവിനെ സത്യം ചെയ്ത് പറയണം. 4 പ്രാവശ്യം സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം 5ാമത് إن كان من القادمين. അവര് പരസ്പരം ന്യായം ചെയ്യണമെന്ന് പറഞ്ഞാൽ പരസ്പരം അവര് ശാപവാക്കുകൾ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കണം. അല്ലാഹുവിന്റെ ശാപം ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ പടച്ചറപ്പിന്റെ ശാപവും കോപവും എന്റെ തലയിൽ ഇറങ്ങിക്കൊട്ടെ എന്ന് ഇതേപോലെ സദസ്സിൽ വെച്ച് പറയണം നബിയേ. ആയത്തിറങ്ങി ഹിലാൽ ഇവിടേക്ക് വരൂ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്റെ ഭാര്യയോട് വരാൻ പറയൂ ഹിലാൽ. ഭാര്യയെ വിളിച്ചു വരുത്തി ഇതുപോലെ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിർത്തി 4 സാക്ഷിയെ കിട്ടിയില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും 4 പ്രാവശ്യം അല്ലാഹുവിൽ സത്യം ചെയ്ത് പറയണം. 5ാമത് ലിആൻ ചെയ്യണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു മുത്തലാക്കി തീരുന്നതല്ല. ആ വിഷയം നമുക്ക് പോട്ട്. അതൊക്കെ ഒരു പാർട്സിന്റെ ഒരു ചെറിയ പാർട്സാണ്. അതിന്റെ അപ്പുറത്ത് എത്രയും വെറുതെ ഒന്നും ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞുകൂടാ. ചുമ്മാ എവനേലും ഒരു ഫോണി മിസ് കോൾ അടിച്ചാൽ നീ പോയി മുത്തലാക്ക് എന്ന് പറഞ്ഞാൻ പറ്റൂല. നമ്മൾ എന്തെങ്കിലും കേട്ടിട്ട് ഭാര്യക്ക് ഫോൺ വരികയാണ്, നമ്മൾ അടുത്ത് പോയി അവളറിയാതെ ചെവി കിട്ടും, അപ്പുറത്തൊന്ന് വിളിക്കുകയാണ് പ്ലാനും പദ്ധതിയൊക്കെ മാറ്റമുണ്ടോ? നീ തീർന്നതിന് എനിക്ക് രഹസ്യ കാമൂലുണ്ട് തലാക്ക്. വിളിച്ചത് ഐഡിയ എന്ന്. ഇപ്പൊ നിൽക്കുന്ന പ്ലാൻ മതിയോ അതോ വേറെ ഏതെങ്കിലും താരിഫ് വേണോ എന്നാണ് ചോദിച്ചത്. അതൊന്നും പറ്റില്ല. അവൾക്ക് ഒത്തിരി അവകാശങ്ങളുണ്ട്. ബലാത്കാരമായിട്ട് അവളെ സമ്പത്ത് കൈക്കലാക്കാൻ പുരുഷന്മാരെ നിങ്ങൾക്ക് അധികാരമില്ല. എത്ര സൂറത്തുൽ നിസായിൽ എത്ര നിയമങ്ങൾ പൊട്ടി. 4 പ്രാവശ്യം വല്ലാഹി പറയണം. 5ാമത് 2 പേരും ഭാര്യ പറയണം നിങ്ങൾ എന്റെ ഭർത്താവ് പറയുന്ന സത്യമാണെങ്കിൽ ശാപം എന്റെ തല ഇറക്കിക്കോട്ടെ. ഭർത്താവ് പറയും ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം ഉറങ്ങാണ് എന്റെ തലയിൽ ഇറങ്ങട്ടെ എന്ന് പറയണം. പറഞ്ഞു ഹിലാൽ എന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരൂ ഹിലാൽ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയെ ജനസമക്ഷത്തിൽ എത്തിച്ചു. സൂറത്തുൽ നൂറിന്റെ ആയത്തിറങ്ങുന്ന പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെ പെണ്ണിന് മനസ്സിലാവാൻ എത്ര നൂറ്റാണ്ടുകൾക്കും അല്ലാഹു ഈ കഥ പറയുകയാണ്. വെറുതെയല്ല കഥ പറയുന്നത്. ലഖദ് കാന ഫീ ഖസസിഹിം ഉലുൽ അൽബാബ്. ഇതിൽ ചിന്തിക്കുന്നവർക്ക് വൃത്താന്തമുണ്ട്. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വരൂ ഹിലാൽ, അല്ലാഹുവിനെ സത്യം ചെയ്യൂ ഹിലാൽ. 100 കണക്കിന് സഹാബത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല പറഞ്ഞു നബിയെ, 1 വല്ലാഹി എന്റെ ഭാര്യ വ്യഭിചരിച്ചു നബിയെ. 2 വല്ലാഹി ഞാനത് കണ്ടു നബിയെ. 3 വല്ലാഹി എന്റെ ഭാര്യ വ്യഭിചരിച്ചു. 4 വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം, എന്റെ ഭാര്യ വ്യഭിചരിച്ചു യാ റസൂലല്ലാഹ്. ജനങ്ങൾ നോക്കി നിൽക്കവേ 4 പ്രാവശ്യം സത്യം ചെയ്തിട്ട് 5ാമത് വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. അയാള് പറയാൻ തുടങ്ങി ഹിലാൽ റളിയല്ലാഹു അൻഹു 5ാമത് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിൽ ഇറങ്ങിക്കോട്ടെ എന്ന് പറയാൻ നാവ് ചലിപ്പിച്ചപ്പോ മറുഭാഗത്തുനിന്ന് ഹബീബായ നബി തങ്ങൾ ഉറക്കെ വിളിച്ചു ഹിലാൽ ഇത്തഖില്ലാഹ യാ ഹിലാൽ ഇത്തഖില്ലാഹ്. ഹിലാലേ അല്ലാഹുവിനെ സൂക്ഷിക്കണേ ഹിലാലേ, പടച്ചറപ്പിനെ പേടിക്കണേ ഹിലാലേ, സിറാത്തിനെ പേടിക്കണേ ഹിലാലേ, പരലോകത്തെ ഭയക്കണേ ഹിലാലേ.
നിസ്സാര കാര്യമല്ല. അള്ളാഹുടെ ശാപം തലയിലിറങ്ങട്ടെന്നാണ്. അള്ളാഹു ഒരാളെ ശപിച്ചാലുള്ള പ്രത്യാഘാതം അറിയുമല്ലോ. അള്ളാഹു ശപിച്ചവരിൽ നിന്നാണ് പന്നിയും പട്ടിയും കോലം മറിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിസ്സാരമല്ല. പന്നിയായി കോലം മറിയും, കുരങ്ങായി കോലം മറിഞ്ഞേക്കാം. റബ്ബിന്റെ ശാപം വിലക്കുവാങ്ങല്ലേ. പറയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി ആലോചിക്കുക ഹിലാലോ എന്ന് പറഞ്ഞപ്പോ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. ജനമധ്യത്തിൽ വെച്ച് തന്റെ ഭാര്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്നലെ വരെ കൂടെ കിടന്നവളെ കുറിച്ച്. അവസാന ഹിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിലിറങ്ങട്ടെ നബിയേ. പൊട്ടിക്കരഞ്ഞ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല സത്യം പൂർത്തിയാക്കി. ജനങ്ങൾ ഇങ്ങനെ ത്രസിച്ചു നിൽക്കവേ വരൂ ഹിലാലിന്റെ ഭാര്യയോട് പറഞ്ഞു, ഹിലാൽ റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യ ഇതേപോലെ ജനസമക്ഷത്തിൽ നിന്നു സത്യം ചെയ്യ പെണ്ണേ, വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. രണ്ട്, വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. മൂന്ന്, ഹിലാല് കള്ളം പറയാണ്, ഞാൻ ഉമൈസയുടെ കൂടെ വ്യഭിചരിച്ചിട്ടില്ല. നാല്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല. സദസ്സൊന്നടങ്കം അത്ഭുതകരമായി നിൽക്കാൻ ആദ്യത്തെ സംഭവമാണ്. ഖുർആന്റെ ആയത്തിറങ്ങിയത് പ്രകാരമുള്ള നടപടിയാണ്. മദീന കാണാത്ത ചരിത്രമില്ലല്ലോ. ആ പെണ്ണ് ശാപവാക്ക് പറയാൻ പോയപ്പോ ഹബീബായ നബി തങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു, പറയല്ല പെണ്ണേ, ഇത്തക്കില്ല, അല്ലാഹുവിനെ പേടിക്കണേ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. കള്ളം പറയല്ല പെണ്ണേ, അല്ലാഹുവിന്റെ ശാപം വിലക്കുവാങ്ങല്ല പെങ്ങളെ. ആ പെണ്ണിത് കേട്ടപ്പോ കുറെ നേരം മൗനിയായി നിന്നു. അവള് നോക്കുമ്പോഴുള്ള ഗോത്രക്കാര് മുമ്പിലുണ്ട്, അവളുടെ മാതാപിതാക്കൾ മുമ്പിലുണ്ട്, അവളുടെ മക്കൾ മുമ്പിലുണ്ട്, അവളുടെ കൂടപ്പിറപ്പുകൾ മുമ്പിലുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കി നിന്ന് ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ പെണ്ണ് പറഞ്ഞു, എന്റെ സമൂഹത്തെ ഞാൻ ഒരിക്കലും കളങ്കപ്പെടുത്തില്ല, എന്റെ ഗോത്രക്കാരുടെ തല താഴ്ത്തപ്പെടില്ല, എന്റെ മാതാപിതാക്കളെ ഞാൻ അപമാനിക്കില്ല. എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിലിറങ്ങിക്കോട്ടെ, എനിക്കത് പ്രശ്നമില്ലെന്ന് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ സത്യം ചെയ്തപ്പോ വാവിട്ട് നിലവിളിച്ചു ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. എന്ത് ചെയ്യണം അറിയില്ല. ആരാണ് കള്ളം പറഞ്ഞത്, ആരാണ് സത്യം പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോടും ഹിലാൽ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, ഹിലാലെ വിഷമിക്കണ്ട, ഈ പെണ്ണ് പോകട്ടെ, അവള് ഗർഭിണിയല്ലേ, 9 മാസം കഴിയട്ടെ, അവള് പ്രസവിക്കുമ്പോൾ നമുക്ക് നോക്കാം. ആ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞ് അക്ഹലല്ലൈനൈനി, സുറുമയിട്ടതുപോലെ കണ്ണില് സുറുമയിട്ടതുപോലെ കറുകറുത്ത കണ്ണുള്ള കുഞ്ഞാണെങ്കിൽ, അതിന്റെ പിട്ടഭാഗത്തിന് മാംസമുണ്ടെങ്കിൽ, അതിന്റെ കാൽപ്പാടത്തിന് വീതി കൂടുതലാണെങ്കിൽ അത് ഹുമൈസയുടെ കുട്ടിയാണ്, അതല്ലെങ്കിലും നിന്റെ കുട്ടിയാണ് ഹിലാല്. സദസ്സ് പിരിഞ്ഞ് 9 മാസം കഴിഞ്ഞ പെണ്ണ് പ്രസവിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കാണാൻ പോയി. അക്ഹലല്ലൈനൈനി, കറുകറുത്ത സുറുമയിട്ട കണ്ണുപോലെയുള്ള കറുത്ത കണ്ണുള്ള പിട്ടഭാഗത്തിന് മാംസം മുങ്ങിയ കൽപ്പാടത്തിന് വീട് കൂടിയ കുട്ടിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ സ്തുതി അർപ്പിച്ചു. സഹോദരങ്ങളെ, ഈ സംഭവം ഞാൻ പറഞ്ഞതെന്തെന്നറിയോ? ഇതാരുടെ വീട്ടിലാണ് നടന്നത്? ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ഭാര്യ, സഹാബിയുടെ ഭാര്യ. ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലും അവൾ കള്ളം പറഞ്ഞത്, എന്റെ ജനങ്ങൾ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുക, നാട്ടുകാരെന്താണ് പറയാ, വാപ്പാടെ ഉമ്മാടെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുക? പെങ്ങളെ,
റബ്ബിലേക്ക് തിരിച്ചു വരാണ്. ഫറോവ കാലഘട്ടത്തിലെ ആസിയാവാൻ ഇതാണ് നിന്റെ തടസ്സമെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ മുഖത്ത് നോക്കണ്ടേ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? ജനത്തിന്റെ മുമ്പിലാണോ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? പടച്ചറപ്പിന്റെ ഹിസാബിനെ നേരിടേണ്ടേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ഈ ആധുനിക കാലഘട്ടത്തിൽ ആസിയാ ബീവിയെ പോലെ എനിക്ക് സ്വർഗം നേടണമെന്ന് ഈ ആസിയയിൽ പറഞ്ഞ ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ എനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണമെന്ന്, എന്റെ ജീവിതം എങ്ങനെയായാലും എന്റെ ജീവിതം എനിക്ക് ഏറ്റവും നല്ല ജീവിതമായി മാറണമെന്ന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ, ആമീൻ പറ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് ഇനി നമ്മൾ ഒരല്പം പറഞ്ഞിട്ട് ദുആയിലേക്ക് കടക്കാണ്. ഇനി ആരും എഴുന്നേക്കാൻ പാടില്ല. ലാസ്റ്റിലെത്തിയില്ല, പോണെങ്കിൽ നിർബന്ധം ആർക്കെങ്കിലും ഇപ്പൊ പൊക്കോളി, ഞാൻ ദുആ ചെയ്ത. നീ ഒരു 5 മിനിറ്റ്, ഒരു 15 മിനിറ്റ് കൂടെ ഇരുന്നൂടെ? 15 മിനിറ്റ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കൊരു 3 സലാത്തിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം 3 സല്ലല്ലാഹു. ആരും എഴുന്നേക്കല്ലേ, നല്ല ഒരു ടൈമും നല്ല ഒരു സ്ഥലവുമാണ്. 1-2 കാര്യം ഇത്രയും നേരം ഞാൻ സംഭവങ്ങൾ വന്നു. ഇനി നമ്മൾ അങ്ങനെ ആവണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് പറഞ്ഞെടുത്തേക്ക് തന്നെ തിരിച്ചു വരട്ടെ. ഈ ആധുനിക കാലഘട്ടത്തിന്റെ അവസ്ഥകളും വ്യവസ്ഥിതികളും അപജയങ്ങളും അപചിതികളും അപനിർമ്മിതികളും ഒക്കെ നിങ്ങളോട് ഞാൻ വിവരിച്ചു കഴിഞ്ഞു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തറക്കു ഫീകും അംറൈൻ. അല്ലാഹുവിന്റെ റസൂൽ കയ്യിലേൽപ്പിച്ചിട്ട് പോയ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കണം. ഒന്ന് അല്ലാഹുവിന്റെ കലാമിനെ മുറുകെ പിടിക്കണം. ചെയ്തൂടെ? 2 വഅദ് മാത്രം പറഞ്ഞാൽ പോലെ ലാസ്റ്റ് പിന്നെ ബി പ്രാക്ടിക്കലായി നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടിക്കലായി ചെയ്യേണ്ടത് ഞാൻ വളരെ നിർബന്ധപൂർവ്വം കൊല്ലൂർ വിളയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ നാടുമായിട്ടുള്ള എന്റെ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സത്യമായിട്ട് വരണ്ടാണ്, വന്നില്ലാന്നേ. ഞങ്ങൾ തിരിച്ചുപോയി നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചോടെ 13 വർഷം മുമ്പ് സത്യമായിട്ട് പോസ്റ്റ് ചെയ്താണ്. ഞാൻ തന്നെ അങ്ങ് തിരിച്ചുപോയി. ഇപ്പോ നമ്മൾ വർഷത്തിലൊരിക്കൽ കണ്ടു, അല്ലെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ കണ്ടുവിട്ടാണ്. ഏതായാലും എല്ലാ നിങ്ങൾ ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങളിൽ അള്ളാഹു സന്തോഷം വെച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളിൽ അള്ളാഹു ദുഃഖം വെച്ചിട്ടുണ്ടാവാം. അള്ളാഹു പിന്നീട് ഒരിടത്തും പരാജയപ്പെടുത്തിയില്ല. അല്ലാഹു തമ്പുരാൻ ഇതുവരെ എത്തിച്ചു. കഴിഞ്ഞ 17 വർഷക്കാലമായി അവന്റെ കലാമിന് ഞാൻ ഇങ്ങനെ വാല് പറയുന്നു. പരാതികൾ ഉണ്ടാവാം, പരിഭവങ്ങൾ ഉണ്ടാകാം, പരിമിതികൾ ഉണ്ടാവാം. പക്ഷേ സഹോദരങ്ങളെ, ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൈത്തണ്ടയിലെത്തുന്നതാണ്. അല്ലാഹു അലൈഹാ ബിന്നവാജിദ്. അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണേ. ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണത്. ആ ഖുർആനിനെ സ്നേഹിക്കണം. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു തആല മരണം കാത്തു വീട്ടിൽ കിടക്കുമ്പോ മക്കൾ വന്നിട്ട് ചോദിച്ചു, ഉപ്പാ മരിക്കുന്നതിന് പേടിയുണ്ട് ഉപ്പാ? ആര് ചോദിച്ചു? ഉപ്പാനോട് ചോദിക്കാൻ മരിക്കാൻ നേരത്തെ ആര്? ഇവിടെ കൊല്ലൂർ വളയിലെ മുഴുവൻ വീട് ഇങ്ങനെ ആവണം. ഉപ്പാ ഉപ്പാ മരിക്കുന്നതില് സങ്കടമുണ്ടോ ഉപ്പാ? ഉപ്പ പറഞ്ഞു, മോനെ ഉപ്പയ്ക്ക് എന്ത് സങ്കടമാണുള്ളത്? ഞാൻ മരിച്ചിട്ട് ഖബറിലേക്ക് പോയാൽ ഈ വീട്ടിലിരുന്നിട്ട് ഈ കാണുന്ന എന്റെ അധ്വാനം ഉണ്ടാക്കിയ വീട്ടിലിരുന്ന് 4000 പ്രാവശ്യം ഉപ്പ ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. അത് ഉപ്പാന്റെ ഖബറിലും സ്വർഗത്തിലും വരുമല്ലോ പൊന്നുമക്കളോ. പിന്നെ ഉപ്പക്ക് എന്ത് പേടിയാണുള്ളത്? താൻ നിർമ്മിച്ച തന്റെ വീട്ടിലിരുന്ന് 4000 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹു.
നമ്മൾ വീടുണ്ടാക്കി, നമ്മുടെ വീടിന്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം നമ്മൾ ഖുർആൻ ഓതി തീർത്തു, എത്ര പ്രാവശ്യം നമ്മൾ ഖത്മുൽ ഖുർആൻ ഓതിയോ? അപ്പൊ ഇനി മുതൽ ഓതിയെങ്കിൽ ഇനിയും കൂടുതൽ ഓതണം. മരിക്കണ നേരത്ത് പറയണം, മക്കളെ ഉപ്പാക്ക് SBT ഉണ്ടെന്നല്ല, ഉപ്പാക്ക് അവിടെ ഉണ്ടെന്നല്ല, ഉപ്പാക്ക് പേടിയില്ല കുട്ടി. 40,000 പ്രാവശ്യം ഉപ്പ ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലൂരോള പള്ളിയിൽ എത്രയോ വയസ്സായ ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്.